എത്ര നാളെടുക്കും ഇവിടെ ഒരു ഹിന്ദു ദേശരാഷ്ട്രം ഉണ്ടാക്കാൻ, മുസ്ലിങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് മൊത്തത്തിൽ പറഞ്ഞു വിടാനായിട്ട് എത്ര നാളെടുക്കും ബി ജെ പി എന്നാണ് താങ്കളുടെ ഒരു കരുതൽ? ഞാൻ പറഞ്ഞ കേൾക്കൂ. അദ്ദേഹത്തെ അമേരിക്കൻ ചാരൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖാമുഖം സിനിമയെയും വിധേയൻ സിനിമയെയും അദ്ദേഹത്തിന്റെ എലിപ്പത്തായത്തെയും ആക്രമിച്ചുകൊണ്ട് ആ സിനിമ കളിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ച് അദ്ദേഹം അമേരിക്കൻ ചാര സംഘടനയുടെ പണം മേടിച്ച അമേരിക്കയുടെ ചാരനാണെന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എങ്ങനെ RSSലേക്ക് ഗാന്ധിജി ചേരും എന്നാണ് താങ്കൾ പറയുന്നത്? ഈ ഫെമിനൈൻ എനർജി നിൽക്കുന്നിടത്ത് നിങ്ങൾ എതിർക്കുമെങ്കിലും ഗോഡ്സെ കൊന്ന ആള് RSS മെമ്പർ ആയിരുന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, അത് അദ്ദേഹത്തിന് തോക്ക് കൊടുക്കാൻ സഹായിച്ചത് VD സവർക്കറാണെന്ന് പറഞ്ഞൊരു ആശയം. ഈ മസ്കുലിൻ ദേശരാഷ്ട്രമാകാൻ ഗാന്ധിജി നമ്മളെ അനുവദിക്കില്ലാത്തത് കൊണ്ടാണ് RSS അവരെ കൊന്നുകളഞ്ഞെന്നുള്ള, RSS എന്ന് പറഞ്ഞാൽ RSSന്റെ പ്രവർത്തകൻ കൊന്നുകളഞ്ഞെന്നുള്ള ഒരു വലിയ അക്കാഡമിക് ലിറ്ററേച്ചർ താങ്കൾക്ക് വേണമെങ്കിൽ വിനയലാലിനെ പോലുള്ള ചരിത്രകാരന്മാരിൽ നിന്ന് കിട്ടും. ഇതൊക്കെ എന്ത് ദ്രോഹാടോ, സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ. താങ്കൾ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ആശയക്കുഴപ്പമൊന്നുമില്ല, ഞാൻ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടുള്ളൂ. താങ്കൾ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. താങ്കളുടെ വായന കുറച്ചുകൂടെ പൂർണ്ണമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. RSS മാസ്കുലിനാണ്. RSS ആര് പറഞ്ഞു? ഇന്ത്യൻ ജനതയെ ഒറ്റ രാഷ്ട്രം, ഒരു ജനത, ഒരു സംസ്കാരം എന്ന കാഴ്ചപ്പാടിൽ ആ രീതിയിൽ ഏകീകരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ മസ്കുലിനാവും? ഒന്ന് തീർത്തോട്ടെ, ബഹുമാനപ്പെട്ട അനുവദിക്കണം. കൾച്ചറൽ നാഷണലിസം ഒരിക്കലും അക്രമവും അക്രമത്തിന്റെ അടിസ്ഥാനത്തിലോ പോവില്ല. എല്ലാ പ്രഭാതങ്ങളിലും ദണ്ഡ ചുഴറ്റി ഈ പറയുന്ന എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. ഇന്ന് കാണുന്നു വരുന്ന ഒരു ഹിന്ദു ദേശീയത നമ്മുടെ മുന്നിൽ ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്നു. കാര്യം പ്രധാനമന്ത്രി പോലും പലയിടത്തും, അല്ലെങ്കിൽ അമിത്ഷാ തന്നെ പലയിടത്തും പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പം പാകിസ്ഥാനിലേക്ക് മത്സരിക്കാൻ വന്നു എന്നാണ്. ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്, അങ്ങനെയുള്ളവരുടെ വാക്ക് വിശ്വസിക്കരുത്. പക്ഷെ അങ്ങനെ പാകിസ്ഥാനിലേക്ക് വന്നു എന്ന് പറയുമ്പോഴും പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം നിങ്ങളുടെ മേളിലുള്ളത് നിങ്ങൾക്ക് ഒരു ലജ്ജ തോന്നുന്നുണ്ടോ? ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. താങ്കൾ പറഞ്ഞത് പിൻവലിക്കൂ ആദ്യം. ഇല്ല, വയനാട് പാകിസ്ഥാനാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതാണ് കള്ളത്തരം. എന്റെ ചോദിക്കുമ്പോൾ അതിന് ക്ലാരിറ്റി ഉണ്ടാവും. ചോദ്യം വളരെ കൃത്യമാണ്. വയനാട് പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് അമിത്ഷാ പറഞ്ഞു. ഇല്ല, കുഴപ്പമെന്നറിയോ? പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് അമിത്ഷാ പറഞ്ഞു. എന്നെ പറയാൻ ഐ ആം ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ. പറഞ്ഞു എന്ന് ഞാൻ പറയും. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. വയനാട് പാകിസ്ഥാനാന്ന് പറഞ്ഞു. പാകിസ്ഥാനെന്ന് പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത്, അങ്ങനെ പറഞ്ഞതിന് ഉപയോഗിച്ചത് ശരി, താങ്കളുടെ അഭിപ്രായത്തിൽ ശരിയാണോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. അത് താങ്കൾ പറഞ്ഞില്ല. അങ്ങനെ ഒരു കള്ളപ്രചരണം BJP അതിന് ആനുകൂല്യം അത് ശരിയാണോ ഇല്ലയോ? ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ മറുപടി? അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം, വയനാട് പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി പാകിസ്ഥാനിലേക്ക് പോയി എന്നൊരു സ്റ്റേറ്റ്മെന്റ്. രാഹുൽ ഗാന്ധി പാകിസ്ഥാനിൽ പോയ അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്ന അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്ക്, ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അല്ലാണ്ട് വയനാട് പാകിസ്ഥാന്റെ ഭാഗം എന്ന് പറയുന്നത് ശരിയല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. താങ്കളുടെ ചോദ്യം ഇപ്പൊ റിപ്പീറ്റ് എടുത്ത് കാണിച്ചാൽ താങ്കൾ പറഞ്ഞത് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അടൂരിനെ രാമന്റെ പേര് വിളിച്ച് പറഞ്ഞ കേക്ക്. താങ്കൾ ചുമ്മാ ഒരു സെന്റൻസ് മാത്രം പറഞ്ഞു. രാമന്റെ പേര് വിളിച്ചില്ല എങ്കിൽ അടൂരിനെ ചന്ദ്രനിലേക്ക് അയക്കണം എന്ന് പറഞ്ഞപ്പം താങ്കളെ പോലുള്ള സാമൂഹ്യ വിരുദ്ധരെ ചന്ദ്രയാൻ പ്രോജക്റ്റിൽ വെച്ച് കെട്ടി അങ്ങ് വിട്ടേക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ആൻഡ് ഐ സ്റ്റിൽ സ്റ്റാൻഡ് ബൈ ദാറ്റ്. ബിക്കോസ് ഇത്രയും കൾച്ചറൽ എമിനൻസ് ഉള്ള അടൂരിനെ പോലൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഇന്ത്യൻ സിനിമയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ താങ്കൾ പറഞ്ഞത് താങ്കളുടെ ഒരു പർട്ടിക്കുലറിസ്റ്റിക് ഇൻട്രസ്റ്റോ താങ്കൾക്ക് കിട്ടുന്ന എയർ സ്പേസിനോ വേണ്ടിയുള്ള ചെറിയ ഒരു മീനിയൽ മൂവ് ആയിരുന്നത്. അത് താങ്കൾക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ നാടിന്റെ കൾച്ചറൽ ഹെറിറ്റേജിനെയാണ് അത് അഫക്ട് ചെയ്യുന്നുള്ള കാര്യം മറന്നുപോയി. ആ കൾച്ചർ, നിങ്ങൾ പറഞ്ഞ കൾച്ചറൽ നാഷണലിസം ആണ് പറഞ്ഞത്, ഈ കൾച്ചറിനെ അഫക്ട് ചെയ്യുമ്പോൾ ഈ നാടിന്റെ മൊത്തത്തിലുള്ള കോൺഷ്യസ്നെസ്സിനെ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺഷ്യസ്നെസ്സിന്, ആ സൊസൈറ്റിയുടെ കോൺഷ്യസ്നെസ്സിനെതിരെ പ്രവർത്തിച്ച ആളെ സാമൂഹ്യ വിരുദ്ധൻ മാത്രമേ എനിക്ക് വിളിക്കാൻ പറ്റൂ. അതിന് ഞാൻ മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉറപ്പിക്കാമോ? താങ്കളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇത്ര ഒരു ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതേ അടൂരിനെ CIA ചാരനാണ്, അമേരിക്കൻ ചാരനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വല്ലാതെ വിമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ, ഞാൻ അനുകൂലിച്ചില്ലല്ലോ അതിന്. ഒരു മിനിറ്റ് സാർ, ഞാൻ തീർത്തോട്ടെ. പണി വരുന്നുണ്ടവർ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വചിന്തകനടക്കമുള്ള പ്രാമാണികരായിട്ടുള്ള ആളുകളാണ് അവരെല്ലാം, ഇൻക്ലൂഡിംഗ് പിണറായി വിജയൻ. സാമൂഹ്യ വിരുദ്ധൻ ഇവിടെ വെച്ച് പറയാൻ പറ്റുമോ?
അതല്ല ഉദ്ദേശം ഞാൻ മാറി I'm asking a simple question. ഞാൻ ചോദിക്കാം എപ്പോഴൊക്കെ സാമൂഹ്യ വിരുദ്ധനെന്ന് താങ്കൾ വിളിക്കുകയില്ലേ? അത് പറയൂ. ഞാൻ ചോദിച്ചതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ സർ. ഞാൻ പറഞ്ഞ കേൾക്കൂ. അദ്ദേഹത്തെ അമേരിക്കൻ ചാരൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖാമുഖം സിനിമയെയും വിധേയൻ സിനിമയെയും അദ്ദേഹത്തിന്റെ എലിപ്പത്തായത്തെയും ആക്രമിച്ചുകൊണ്ട് ആ സിനിമ കളിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ച് അദ്ദേഹം അമേരിക്കൻ ചാര സംഘടനയുടെ പണം മേടിച്ച അമേരിക്കയുടെ ചാരനാണെന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എത്ര നാളെടുക്കും ഇവിടെ ഒരു ഹിന്ദു ദേശരാഷ്ട്രം ഉണ്ടാക്കാൻ, മുസ്ലിങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് മൊത്തത്തിൽ പറഞ്ഞു വിടാനായിട്ട് എത്ര നാളെടുക്കും BJP എന്നാണ് താങ്കളുടെ ഒരു കരുതൽ? എനിക്ക് വളരെ ഞാൻ എൻ്റെ ഒരു ലേഖനം, എൻ്റെ ഒരു അടൂർ ഗോപാലകൃഷ്ണനോട് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ട്. പക്ഷെ അത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പരമപുച്ഛത്തോടുകൂടി താങ്കളുടെ ആ ചോദ്യത്തെ ഞാൻ തള്ളിക്കളയാണ്. കാരണം ആ ചോദ്യം ഉത്തരം അർഹിക്കാത്ത ഒരു പ്രസക്തിയില്ലാത്ത ചോദ്യമാണ്. സോറി. നാല് ഇന്ത്യക്കാർ ലാറ്റിൻ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ജയ് ശ്രീറാം വിളിക്കുമെന്ന് തിരുത്തിക്കൊണ്ട് 4 RSSകാർ ലാറ്റിൻ അമേരിക്കയിൽ പോയാൽ ജയ് ശ്രീറാം വിളിക്കുമെന്ന് പറയണം. കാരണം ഒരു ഭാരതീയൻ എന്നതിൽ അത് എനിക്ക് വളരെയധികം വികാരം കൊള്ളുന്ന ഒരു വസ്തുതയാണ്. ആ പ്രസ്താവന താങ്കൾ തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 300-ലധികം രാമായണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ആനന്ദരാമായണം, അത്ഭുത രാമായണം, അടിയ രാമായണമുണ്ട്, അധ്യാത്മ രാമായണമുണ്ട്, വാൽമീകി രാമായണമുണ്ട്. ഇപ്പോൾ ലാഹോറിലുള്ള രാമായണത്തിൽ രാവണന്റെ മകളാണ് സീത എന്ന് വരെ കേൾക്കുന്നുണ്ട്. ഏത് രാമനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? ഒരാളെ പുറയിൽ നിന്ന് അമ്പ് ചെയ്ത് വന്ന രാമനെ മാതൃകയാക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയെ ചാരിത്രശുദ്ധി സംശയിച്ച് ഒഴിവാക്കിയ ശ്രീരാമനെ ഒരു മാതൃകയാക്കാൻ എനിക്ക് സമ്മതമല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആവണം എന്ന് വാശി പിടിക്കാൻ നിങ്ങൾ ആരാണ് എന്നാണ് ചോദ്യം. അപ്പോഴും എന്റെ പ്രശ്നം അങ്ങനെ അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് കഥയാണെങ്കിൽ പോലും പുറകിൽ നിന്ന് അമ്പെയ്യുന്നതിനെ ഏത് ജുഡീഷ്യൽ ട്രിബ്യൂണലിലും അംഗീകരിക്കില്ലല്ലോ. ഏത് ജുഡീഷ്യൽ ട്രിബ്യൂണലിലും ഡിഫൻസ് എന്ന് പറയുന്നത് IPSC ഒരു വകുപ്പാ. സാറ് പറഞ്ഞത് അങ്ങനെയല്ല. അത് നമുക്ക് ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ പറയുന്നു. എനിക്കതൊരു വിശ്വാസമുണ്ട്, നല്ല ബോധ്യമുണ്ട്. നല്ല ബോധ്യത്തിലാണ് ഇവിടെ വന്ന് ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞു? 4 ഭാരതീയർ. ശരി, 4 ഭാരതീയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വരുൺ സാറും അവിടെ പോയി കഴിഞ്ഞാൽ ജയ് ശ്രീറാം വിളിക്കില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, 4 RSSകാരെന്ന് തിരുത്താൻ താങ്കൾ തയ്യാറാണോ എന്നാണ് എന്റെ ചോദ്യം. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ രാമനെ തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുടെ വക്താവ് എന്നുള്ള നിലയിൽ താങ്കൾ തിരുത്തി മുന്നോട്ട് പോകുമോ എന്നാണ് എന്റെ ചോദ്യം. ഒന്നും തിരുത്താൻ ഇതിനകത്തൊന്നുമില്ല. കാരണം രാമനെ ഈശ്വരനായി കാണുന്ന, രാമനെ നാടിന്റെ പൈതൃക ഈശ്വരന്മാരെന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് പറയട്ടെ, രാമനെ ഈശ്വരനായി കാണുന്ന, രാമനെ പൈതൃകത്തിന്റെ ഭാഗമായി കാണുന്ന, രാമനെ രാജാവായി കാണുന്ന, രാമൻ മര്യാദ പുരുഷോത്തമനായി കാണുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട് ഇന്ത്യയിൽ. കാണാത്തവരുണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടായിക്കോട്ടെ, കാണാത്തവർ വിളിക്കണ്ട. തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിലുള്ള കോഫി ഹൗസിൽ കിട്ടുന്ന നല്ല ഒന്നാന്തരം ബീഫ് വരട്ടിയത് കഴിക്കൂ. ഞാൻ പോത്തിറച്ചി കഴിക്കും, ഞാൻ പശുവിറച്ചി കഴിക്കില്ല. നിങ്ങൾ എന്റെ ചോദ്യം ചോദിച്ചതിന് ക്ലാരിറ്റിയുള്ള ഉത്തരം പറയാണ്. ബീഫ് എന്ന് പറയുന്നത് പോത്താണെങ്കിൽ ഞാൻ കഴിക്കും. അപ്പൊ ഹോട്ടലുകാരനോട് ചോദിക്കും, ഈ ഇരിക്കുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ഭക്ഷണ വിഭവം പോത്തിറച്ചിയാണോ അതല്ല പശുവിറച്ചിയാണോ എന്ന് ചോദിച്ചതിന് ശേഷമേ കഴിക്കൂ. ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കണമെന്നില്ലല്ലോ. പോത്തിറച്ചി കിട്ടുന്ന എവിടെയെന്ന് എനിക്ക് വളരെ അടുത്ത വളരെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഹോട്ടലിൽ പോയി ബീഫ് കഴിക്കാറില്ലേ? ഞാൻ കഴിക്കാറില്ല. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?